കൃഷ്ണകുമാർ കുടുംബത്തിലേക്കാണ് ഈയിടെയായി സോഷ്യൽ മീഡിയയുടെ മുഴുവൻ ശ്രദ്ധയും മരുമകനായി അശ്വിൻ ഗണേഷ് വന്ന് കയ്യേറിയതോടെ കെ കുടുംബത്തിലെ ഊണിലും ഉറക്കത്തിലും കുറ്റപ്പെടുത്തലാണ്. ദിയ കൃഷ്ണയ്ക്ക് അശ്വിനെ വിവാഹം ചെയ്ത് അന്നു മുതൽ കേൾക്കുന്ന വിമർശനം ഇപ്പോഴും തുടരുന്നു. അശ്വിനേക്കാളും സാമ്പത്തികമായി മുന്നിലാണ് ദിയയും കുടുംബവും. പോരാത്തതിന് പ്രശസ്തരും. സിന്ധുകൃഷ്ണ അശ്വിന് ചിക്കൻ കറി വിളമ്പിക്കൊടുക്കാത്തതിനുണ്ടായ പൊല്ലാപ്പുകൾ ചെറുതായ. ദിയയുടെ സഹോദരിമായ അഹാനയും ഇഷാനിയും ഹൻസികയും അശ്വിനെ ഗൗനിക്കുന്നില്ലെന്നും അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഇന്ന് ഈ വിമർശനങ്ങൾ രൂക്ഷമായ സാഹചര്യമാണ്. ദിയ അശ്വിൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോഴും കാരണം. ദിയയുടെ വാക്കുകൾ പ്രശ്നം പറഞ്ഞു കൊടുക്കാൻ കൃഷ്ണകുമാറും സിന്ധുകൃഷ്ണനും തയ്യാറില്ലേ എന്ന ചോദ്യങ്ങളുണ്ട്. അശ്വിനും ദിയയുടെ സഹോദരിമാരുമാണ് ഇപ്പോൾ സജീവ ചർച്ചാ വിഷയം. അഹാന കൃഷ്ണയും അശ്വിൻ ഗണേഷും ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തത് എന്ന റെഡിറ്റിൽ വന്ന പോസ്റ്റ്. എന്നാൽ ഇവർ നേരത്തെ ഫോളോ ചെയ്തിരുന്നതെന്ന് വ്യക്തമല്ല. മുമ്പ് അശ്വിനും അഹാനയും തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സൗഹൃദമില്ലേ എന്ന ചോദ്യമുണ്ട്. ഇതിൽ ചില കാരണങ്ങളും റെഡിറ്റ് യൂസേഴ്സ് നിരത്തുന്നുണ്ട്. അഹാന കൃഷ്ണയുടെ വീട്ടുകാരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അശ്വിൻ വലിയ താല്പര്യം കാണിക്കാറില്ല. ഈയടുത്ത് അഹാനയുടെ പൂക്കൾ എന്ന മ്യൂസിക് ആൽബം റിലീസ് ചെയ്തത്. കുടുംബത്തിലെ എല്ലാവരും ഈ ആൽബത്തിൻ്റെ പ്രൊമോഷന് കാര്യമായി എടുത്തു. സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ഇട്ടു. ആൽബം ഹിറ്റാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അവർ. എന്നാൽ അശ്വിൻ്റെ പോസ്റ്റൊന്നും ചെയ്തതില്ല. കുഞ്ഞു പറഞ്ഞ ശേഷവും മിക്കപ്പോഴും അഹാനയുടെ വീട്ടിൽ തന്നെയാണ് അശ്വിൻ ഉള്ളത്. എന്നാൽ അവരാരും തമ്മിൽ വലിയൊരു അടുപ്പം ഇപ്പോൾ കാണിക്കുന്നില്ലെന്ന അഭിപ്രായമുണ്ട്. അശ്വിനേക്കാളും അടുപ്പം അഹാനയ്ക്ക് ഇഷാനിയുടെ സുഹൃത്ത് അർജുനുമായിട്ടാണ്. അതേസമയം അഹാനയുടെ ആരാധകർക്ക് മറ്റൊരു വാദമുണ്ട്. കാര്യങ്ങൾ തുറന്ന് പക്വമായി സംസാരിക്കുന്നയാളാണ് അഹാന. അശ്വിനുമായി വലിയ സൗഹൃദമില്ലെങ്കിൽ അതിന് അതിൻ്റേതായ കാരണമുണ്ടാകുമെന്ന് ഇവർ പറയുന്നു. റിലേഷൻഷിപ്പിൽ ബഹുമാനമാണ് പരമപ്രധാനമെന്ന് കുറച്ച് വിശ്വസിക്കുന്ന ആളാണ് അഹാന. ദിയ അശ്വിന് കൊടുക്കാത്തത് ബഹുമാനമാണെന്ന് നെറ്റിസൺസിന്റെ വിമർശനം. അതേസമയം ഭാര്യയും ഭർത്താവിലും എന്നതിലുപരി സുഹൃത്തുക്കളെ പോലെയാണ് അശ്വിനും ദിയയും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംസാരിക്കുന്ന വാദമുണ്ട്. അങ്ങനെയാണെങ്കിൽ അശ്വിൻ എന്തുകൊണ്ട് ദിയ കൃഷ്ണനോട് ഇത്തരത്തിൽ സംസാരിക്കുന്നില്ലെന്നും അശ്വിൻ അങ്ങനെ സംസാരിച്ചാൽ ദിയയ്ക്ക് ഇഷ്ടപ്പെടുവോ എന്നും ചോദ്യങ്ങളുണ്ട്.